ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് LSS എക്സാം 2026, അതായത് CM കിഡ്സ് സ്കോളർഷിപ്പ് LP ലെവലിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ ഈ വീഡിയോയുടെ ഈ ചോദ്യ പേപ്പറിൻ്റെ പാർട്ട് 1 പാർട്ട് 2 വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇംഗ്ലീഷ്, മലയാളം, ഗണിതം എന്നീ വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ പാർട്ട് 1 ലിങ്ക്, പാർട്ട് 2 ലിങ്ക് എന്ന് കമൻ്റ് ആയിട്ട് അയച്ചാലും മതി. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് LSS എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും മതി. നിങ്ങൾക്ക് ഓരോ വിഷയങ്ങളിൽ നിന്നും 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നമുക്കിനി 20 മാർക്കിൻ്റെ ചോദ്യം കൂടി പറയാനുണ്ട്. ഈ പേപ്പർ 50 മാർക്കിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. സോ നമുക്കിനി പരിസര പഠനം ആദ്യം നോക്കാം. പരിസര പഠനത്തിൽ നിന്ന് നിങ്ങൾക്ക് 10 മാർക്കിനാണ് ചോദിക്കുക. ആദ്യത്തെ ചോദ്യം, കേരളീയ വേഷം ധരിച്ച് കത്തിച്ച നിലവിളക്കിന് ചുറ്റും നിന്ന് കൈകൊട്ടി പാടി കളിക്കുന്ന കലാരൂപം താഴെ കൊടുത്തവയിൽ ഏതാണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. A മംഗലം കളി, B ഒപ്പന, C വട്ടപ്പാട്ട്, D തിരുവാതിരക്കളി. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ D തിരുവാതിരക്കളിയാണ്. തിരുവാതിരയാണ് കേരളീയ വേഷം ധരിച്ച് കത്തിച്ച നിലവിളക്കിന് ചുറ്റും നിന്ന് കൈകൊട്ടി പാടി കളിക്കുന്നത്. ഓക്കെ. ചോദ്യം 2, സൂര്യൻ്റെ പ്രതലത്തെ ചന്ദ്രൻ മറയ്ക്കുന്ന രീതിയിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോൾ സംഭവിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ചന്ദ്രഗ്രഹണം, പൗർണമി, സൂര്യഗ്രഹണം, അമാവാസി. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ C സൂര്യഗ്രഹണം ആണ്. ചോദ്യം 3, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പറക്കാൻ കഴിയാത്ത പക്ഷികൾ ഏവ? മൂങ്ങ, കിവി, തേൻകുരുവി, എമു. ശരിയായിട്ടുള്ള ഉത്തരം നാലാമത്തത് എമും രണ്ടാമത് കിവിയുമാണ്. 2ഉം 4ഉമാണ് ശരി. സോ ഇവിടെ 2ഉം 4ഉം ശരി എന്നിട്ടുള്ള D ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഇനി ചോദ്യം 4, പദാർത്ഥത്തിൻ്റെ 3 അവസ്ഥകളിൽ വാതകത്തിനും ദ്രാവകത്തിനും മാത്രമായുള്ള പ്രത്യേകതയുമായി വരുന്ന പ്രസ്താവന ചുവടെ കൊടുത്തവയിൽ ഏതാണ്? നമ്മൾ പരിസര പഠനത്തിൽ ഈ വെള്ളത്തിൻ്റെ അവസ്ഥകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പല ചോദ്യങ്ങളും ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ പാഠഭാഗം അനുസരിച്ചും നമ്മൾ വീഡിയോസ് ചോദ്യങ്ങളാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് വേണ്ടിയവർ നിങ്ങൾ പരിസര പഠനം ലിങ്ക് എന്ന് കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. ഇവിടെ നമുക്ക് പ്രസ്താവനകൾ വായിക്കാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, ഭാരമുണ്ട്. 3 അവസ്ഥയിലും, അതായത് ഘനം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകൾക്കും സ്ഥിതി ചെയ്യാൻ സ്ഥലവും ആവശ്യമുണ്ട്, ഭാരവുമുണ്ട്. ഇവിടെ ദ്രാവകത്തിനും വാതകത്തിനും മാത്രമായിട്ടുള്ളതാണ് ചോദിച്ചത്. അതുകൊണ്ട് A എഴുതാൻ പറ്റില്ല. B നിശ്ചിതമായ ആകൃതിയുണ്ട്, ഭാരമുണ്ട്. ഇല്ല, വാതകത്തിനും ദ്രാവകത്തിനും നിശ്ചിത ആകൃതിയില്ല. ഇപ്പോൾ ദ്രാവകം എന്ന് പറയുന്നത് വെള്ളം പോലെയുള്ളതാണല്ലോ. സോ നമ്മൾ വെള്ളം ഏത് പാത്രത്തിലാണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വാതകം ഏത് ബലൂണിലാണെങ്കിൽ ബലൂണിൽ അതിൻ്റെ ഒരു ആകൃതിയാണ് സ്വീകരിക്കുന്നത്. ഏത് പാത്രത്തിലാണോ നമ്മൾ ഒഴിക്കുന്നത് അതിൻ്റെ ആകൃതിയാണ് പിന്നെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നിശ്ചിത ആകൃതി ഇല്ല. C നിശ്ചിതമായ ആകൃതിയില്ല, സ്വതന്ത്രമായി ചലിക്കുന്നു. ഇത് ശരിയാണ്. നിശ്ചിതമായിട്ടുള്ള ആകൃതിയില്ല വാതകത്തിനും ദ്രാവകത്തിനും, അത് സ്വതന്ത്രമായി ചലിക്കുന്നുണ്ട്. സോ C ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ C മാത്രം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഇനി 5ാമത്തെ ചോദ്യം, മനുഷ്യർക്ക് രേഖപ്പെടുത്താൻ സാധിച്ച ആദ്യ കലാരൂപം ഏതാണ്? ഓപ്ഷൻ A ചിത്രകല, B മാപ്പിളപ്പാട്ട്, C ശാസ്ത്രീയ സംഗീതം, D നാടൻ പാട്ടുകൾ. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ A ചിത്രകലയാണ്. ചോദ്യം 6, ഇന്ത്യ ചന്ദ്രനിൽ വിജയകരമായി ഇറക്കിയ പര്യവേഷണ വാഹനം ഏത്? A മംഗൾയാൻ, B ചന്ദ്രയാൻ 2, C വിക്രം ലാൻഡർ, D ചന്ദ്രയാൻ 1. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ C വിക്രം ലാൻഡർ ആണ്. അടുത്തത് 7ാമത്തെ ചോദ്യം നോക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ജനങ്ങൾക്ക് നേരെ വെടിയുതിർത്ത അന്നത്തെ സൈനിക കമാൻഡർ ആരാണ്? A വിൻസ്റ്റൺ ചർച്ചിൽ, B ലാലാ ലജ്പത് റോയ്, C റിപ്പൺ പ്രഭ, D ജനറൽ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും രക്തരൂക്ഷിതമായ ഒരു സംഭവമാണ്. അതെന്നാണ് നടന്നത്? 1919 ഏപ്രിൽ 13-നാണല്ലോ. സോ ആരായിരുന്നു അന്നത്തെ ലീഡർ, കമാൻഡർ? ജനറൽ ഡയർ ആയിരുന്നു. ഓപ്ഷൻ D ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ചോദ്യം 8, മരുഭൂമിയിലെ സസ്യങ്ങളുടെ പ്രത്യേകതയല്ലാത്തത് ഏത്?
നമുക്കിവിടെ താഴെ തന്നിട്ടുള്ളത് വായിക്കാം. തണ്ടുകൾക്ക് മേഘു പോലുള്ള ആവരണം ഉണ്ട്. ഇത് മരുഭൂമിയിലെ സസ്യങ്ങളുടെ പ്രത്യേകതയാണ്. വേരുകൾ മണ്ണിലേക്ക് വളരെയധികം ആഴ്ന്നിറങ്ങാൻ കഴിവുള്ളവരാണ്. ഇതും പ്രത്യേകതയാണ്. സി, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മേഘു പോലുള്ള ഇലകൾ. ഇത് തെറ്റാണ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ജലസസ്യങ്ങളുടെ പ്രത്യേകതയാണ്. സോ സി തെറ്റാണ്. പച്ച നിറമുള്ള തണ്ടുകൾ കട്ടിയുള്ളതിനാൽ ജലം സംഭരിച്ചു വെക്കുന്നു. ഇത് ശരിയാണ്. മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് ജലം സംഭരിച്ചു വെക്കാനുള്ള കഴിവുണ്ട്. സോ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. ചോദ്യം 9. ഭരണഘടനാ ദിനം ചുവടെ കൊടുത്തവയിൽ ഏതാണ്? ഓപ്ഷൻ എ നവംബർ 24, ബി നവംബർ 21, സി നവംബർ 25, ഡി നവംബർ 26. ശരിയായിട്ടുള്ള ഉത്തരം നവംബർ 26 ആണ്. ഇനി നമ്മുടെ 10ാമത്തെ ചോദ്യം. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ എ പമ്പയാർ, ബി പെരിയാർ, സി ഭാരതപ്പുഴ, ഡി ചാലക്കുടി പുഴ. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി പെരിയാർ ആണ്. സോ നമ്മളിവിടെ പരിസര പഠനത്തിലെ 10 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 1 മാർക്കായിരുന്നു. അങ്ങനെ 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നമുക്കിനി പൊതുവിജ്ഞാനം നോക്കാം. ചോദ്യം 1. മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം 2025 നേടിയതാര്? ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ്, ബി ജി ശങ്കരപ്പിള്ള, സി കെ ജി ശങ്കരപ്പിള്ള, ഡി ഇവരാരുമല്ല. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി കെ ജി ശങ്കരപ്പിള്ളയാണ്. 2ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ കേരളം, ബി ഗുജറാത്ത്, സി തമിഴ്നാട്, ഡി ആന്ധ്ര. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആന്ധ്രയാണ്. ചോദ്യം 3. 2025 കേരള ജ്യോതി പുരസ്കാര ജേതാവ്. ഓപ്ഷൻ എ രാജശ്രീ വാര്യർ, ബി എം ആർ രാഘവാര്യർ, സി അഭിലാഷ് ടോമി, ഡി എം കെ വിമൽ ഗോവിന്ദ്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി എം ആർ രാഘവ വാര്യർ ആണ്. ചോദ്യം 4. ഗാന്ധി ജയന്തി അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച വർഷം. ഓപ്ഷൻ എ 2007 മുതൽ, ഓപ്ഷൻ ബി 2015 മുതൽ, സി 2020 മുതൽ, ഡി 2000 മുതൽ. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ 2007 മുതൽ. ചോദ്യം 5. നിള എന്നറിയപ്പെടുന്ന നദി. ഓപ്ഷൻ എ പെരിയാർ, ബി ഭാരതപ്പുഴ, സി പമ്പ, ഡി ചാലിയാർ. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ഭാരതപ്പുഴ ആണ്. കേരളത്തിലെ 2ാമതായിട്ട് ഏറ്റവും നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. ചോദ്യം 6. ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന പക്ഷി. എ വേഴാമ്പൽ, ബി കാക്ക, സി മയിൽ, ഡി തത്ത. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി കാക്കയാണ്. കാക്കേനെയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. സോ ആൻസർ 4ാമത്തേതാണ് ഓപ്ഷൻ ബി. 7ാമത്തെ ചോദ്യം. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആരാണ്? ഓപ്ഷൻ എ വി വി രാജേഷ്, ബി രാജേഷ് കുമാർ, സി ആര്യ രാജേന്ദ്രൻ, ഡി വി ശിവൻകുട്ടി. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ വി വി രാജേഷ്. 8ാമത്തെ ചോദ്യം. ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ കളങ്ങൾ, ബി നീർച്ചാലുകൾ, സി തണ്ണീർത്തടങ്ങൾ, ഡി പുഴകൾ. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി തണ്ണീർത്തടങ്ങൾ. ചോദ്യം 9. കേരളത്തിലെ സംസ്ഥാന പക്ഷി. ഓപ്ഷൻ എ മയിൽ, ബി മലമുഴക്കി വേഴാമ്പൽ, സി പെൻഗ്വിൻ, ഡി കോഴി. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി മലമുഴക്കി വേഴാമ്പൽ. ചോദ്യം 10. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം. ഓപ്ഷൻ എ പെരിയാർ, ബി ഇരവികുളം, സി പീച്ചി, ഡി ആറളം. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആറളമാണ്. നമ്മുടെ പൊതുവിജ്ഞാനത്തിലെ 10 ചോദ്യങ്ങളും ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഈ ഒരു ചോദ്യപേപ്പർ 50 മാർക്കിൻ്റേതായിരുന്നു. 5 വിഷയങ്ങളിലെയും 50 ചോദ്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.